ഹായ് ഫ്രണ്ട്സ്, സമാന്തര ശ്രേണി എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലെ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. 20, 16, 12 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്ര? ഇപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? തുക കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇനി തുക കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ശ്രേണിയിൽ ലാസ്റ്റ് ടേം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ കേസിൽ എന്തുണ്ട്? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ കേസിൽ തന്നിട്ടില്ല. ഓക്കെ, അതായത് 20, 16, 12 എന്ന് പറയുന്നുള്ളൂ. ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്, പക്ഷേ അവസാന പദം തന്നിട്ടില്ല. അങ്ങനെ അവസാന പദം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കത് ചെയ്ത് നോക്കാം. ഇതിൽ n എന്ന് പറയുന്നത് ഓൾറെഡി ഇത് പറയുന്നുണ്ട്. എത്രയാണ്? 25 പദങ്ങളുടെ തുകയായതുകൊണ്ട് n-ൻ്റെ വാല്യൂ 25. എ എന്ന് പറയുന്നത് ആദ്യ പദം. എത്ര ആദ്യ പദം? 20 ആണ് ആദ്യ പദം. പിന്നെ വേണ്ടത് ഡി, പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം കുറയ്ക്കും. അപ്പോൾ എത്ര കിട്ടും? 16 മൈനസ് 20. നമ്മളെ ആൻസർ -4. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂം കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു എ 20 പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു -4. കണ്ടിന്യൂ ചെയ്യുമ്പം ഇവിടെ എന്ത് വരും? 40 ആകും. 25 മൈനസ് 1 എന്നുള്ളത് 24. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പ് -96 എന്നാകും. പ്ലസും മൈനസും എന്താവും? മൈനസ് ആകും. അപ്പം 40 നിന്ന് 96 പോയി കഴിഞ്ഞാൽ -56. വെട്ടിക്കളയുമ്പം -28. അപ്പോൾ 25 ഇൻറ്റു -28 നമ്മളെ ആൻസർ -700. അപ്പം ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ എല്ലാ ദിവസവും ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ലൈക്കിലൂടെയും ഷെയറിലൂടെയും സബ്സ്ക്രൈബിലൂടെയൊക്കെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. മുന്നോട്ട് കുറേ നല്ല നല്ല എക്സാമുകൾ വരുന്നുണ്ട്. മാക്സിമം ഫോക്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.